സിവിൽ, ഇലക്ട്രിക്കൽ, ടൂൾ ആൻഡ് ഡൈ എഞ്ചിനീയറിംഗ് അതുപോലെ തന്നെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്കായിട്ടുള്ള പുതിയ അവസരങ്ങളുമായി കേരള PSC പുതിയ നോട്ടിഫിക്കേഷൻ ഇറക്കാൻ വേണ്ടി പോകുന്ന കാര്യം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് ഏതൊക്കെ പോസ്റ്റിലേക്കാണ്, ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിലേക്കാണ് ഈ രീതിയിലുള്ള ഒരു അവസരം വരാൻ വേണ്ടി പോകുന്നത് എന്നതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ പറയാൻ വേണ്ടി പോകുന്നത് നോക്കിയടാ, കേരള പോളിടെക്നിക് കോളേജുകളിലേക്കുള്ള സാങ്കേതിക വകുപ്പിലേക്കുള്ള ടൂൾ ആൻഡ് ഡൈ എഞ്ചിനീയറിംഗിലെ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ടൂൾ ആൻഡ് ഡൈ എഞ്ചിനീയറിംഗ് ലെക്ചർ തസ്തികയിലേക്കാണ് ആദ്യത്തെ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത്. അപ്പോൾ ആ രീതിയിൽ ടൂൾ ആൻഡ് ഡൈ എഞ്ചിനീയറിംഗിൽ ബിടെക് ഉള്ള ആൾക്കാർക്കായിരിക്കും ഈ ഒരു അവസരം കിട്ടുന്നുണ്ടാവുക. അപ്പോൾ അത് വളരെ കൃത്യമായിട്ട് തന്നെ നോക്കി അത് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ കേരള ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിലേക്ക് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എന്ന് പറയുന്ന തസ്തികയിലേക്ക് വളരെ അടിപൊളിയായിട്ടുള്ള ഒരു തസ്തിക തന്നെയാണ്. അപ്പോൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദമുള്ള ആൾക്കാർക്കായിരിക്കും ഈ ഒരു അവസരം കിട്ടുന്നുണ്ടാവുക. അപ്പോൾ ആ രീതിയിൽ കൃത്യമായിട്ട് തന്നെ എന്ത് ചെയ്യുക, ഈ പറയുന്ന ലിസ്റ്റ് ഒന്നും ഇതുവരെ നമുക്ക് ക്യാൻസൽ ആയിട്ടില്ല. നമുക്ക് ഇനി അടുത്ത വരുന്ന വർഷത്തിൽ തന്നെ ഈ ലിസ്റ്റ് ക്യാൻസൽ ആയി പോകുന്നതായിരിക്കും. അപ്പോൾ ആ രീതിയിൽ നമുക്കറിയാം, ഇപ്പോഴുള്ള ഒരു PSC ട്രെൻഡ് അനുസരിച്ച് നമുക്ക് ആ ഒരു രീതിയിൽ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ അതിന്റെ ഒരു വാലിഡിറ്റി തീരുന്നതിന് മുന്നേ, ദാറ്റ് മീൻസ് ആ ലിസ്റ്റ് ക്യാൻസൽ ആയി പോകുന്നതിന് മുന്നേ തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ വരുന്നു, എക്സാമുകൾ നടത്തുന്നു. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് വന്ന് എക്സാമുകളൊക്കെ നടത്തി. അപ്പോൾ അവിടെ നമ്മൾ ലിസ്റ്റ് ക്യാൻസൽ ആവുന്നതിന്റെ പുറമെ ആ ഒരു സമയം കൊണ്ട് തന്നെ കൃത്യമായിട്ട് തന്നെ നമുക്ക് ഒരു പുതിയ റാങ്ക് ലിസ്റ്റ് വന്ന് അതിലേക്ക് ആൾക്കാരെ എടുക്കുന്ന രീതിയിലാണ് ഇപ്പോൾ PSC പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ രീതി തന്നെ ഈ തവണ തന്നെ ഈ വർഷം തന്നെ നമുക്ക് അതിന്റെ എക്സാമുകൾ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുണ്ട്. അതുകൂടാതെ അടുത്ത അവസരം വരുന്നത് കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡിലേക്ക് അസിസ്റ്റന്റ് എഞ്ചിനീയറിംഗ് സിവിൽ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്കാണ് ഈ ഒരു അവസരം വരുന്നുണ്ടാവുക. കഴിഞ്ഞ തവണയൊക്കെ ഒരുപാട് അഡ്വൈസുകൾ പോയിട്ടുള്ള ഒരു തസ്തിക തന്നെയാണ്. കാരണം എന്ന് പറയുന്നത് ഇതിന്റെ പാരലായിട്ട് തന്നെ സിവിൽ കഴിഞ്ഞവർക്കാർക്കും ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് കേരള ഗവൺമെന്റിലേക്ക് കൂടുതൽ ചാൻസുകൾ കിട്ടുന്നുണ്ടാവുക. അപ്പോൾ അതിന്റെ പാരലായിട്ട് തന്നെ അസിസ്റ്റന്റ് എഞ്ചിനീയർ പോസ്റ്റിലേക്ക് ഒരുപാട് ഡിപ്പാർട്ട്മെന്റിലേക്ക് വേറെയും എക്സാമുകൾ നടക്കുന്നുണ്ട്. നമുക്ക് LST എക്സാമുകളൊക്കെ വരാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ ഒക്കെ പാരലായിട്ടായിരിക്കും ഈ റാങ്ക് ലിസ്റ്റ് ഒക്കെ വരുന്നുണ്ടാവുക. അപ്പോൾ ഒരേ റാങ്ക് ലിസ്റ്റ് ഉള്ള ഒരേപോലെയുള്ള ആൾക്കാർ തന്നെയായിരിക്കും കൃത്യമായിട്ടുള്ള ഒരേപോലെയുള്ള ആ റാങ്ക് നോക്കിയ ആൾക്കാരുണ്ടാവും. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് വളരെ കൃത്യമായിട്ട് തന്നെ നോക്കി ജോലി കിട്ടാനുള്ള സാധ്യത നമുക്ക് അവിടെ ഉണ്ട്. അപ്പൊ അത് കൃത്യമായി അപ്ലൈ ചെയ്യാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കാം. പിന്നെ മെക്കാനിക്കൽ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്കുള്ള അടുത്ത പോസ്റ്റാണ് വരുന്നത് കേരള ജലഗതാഗത വകുപ്പിൽ വാട്ടർ ട്രാൻസ്പോർട്ട് വകുപ്പിലേക്ക് നമുക്ക് ഫോർമാൻ തസ്തിയിലേക്കാണ് വരുന്നത്. ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ആയിരിക്കും ഇതിന്റെ ഒരു ക്വാളിഫിക്കേഷൻ വരുന്നുണ്ടാവുക. 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിന്റെ പ്രിഫറൻസ് കിട്ടുന്നുണ്ട്. ഇവിടെ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് തന്നെ നിങ്ങളുടെ ഒരു അവസരമായി ഇത് കണ്ടുകൊണ്ട് പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഈ ഒരു മാസം നമുക്ക് വരാൻ വേണ്ടി പോകുന്ന അവസരങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കൃത്യമായിട്ടുള്ള മെക്കാനിക്കൽ കഴിഞ്ഞ ആൾക്കാർക്കാണെങ്കിലും ഇലക്ട്രിക്കൽ കഴിഞ്ഞവർക്കും സിവിൽ കഴിഞ്ഞവർക്കും ഒക്കെ കൃത്യമായിട്ടുള്ള കോഴ്സുകൾ നമ്മുടെ സൈലം ടെക്നിക്കൽ ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ഏത് ഡിപ്പാർട്ട്മെന്റ് ആണോ അല്ലെങ്കിൽ ഏത് ട്രേഡ് ആണോ നോക്കിയിട്ട് കൃത്യമായിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് അപ്ലൈ ചെയ്തുകൊണ്ട് ഈ ഒരു വർഷം തന്നെ നമുക്ക് ആഗ്രഹിക്കുന്ന ആ ഒരു ജോലിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രയത്നിക്കുക, സെറ്റ് ആയിട്ടിരിക്കുക. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്.